ആയിരക്കണക്കിന് രോഗികൾക്ക്, അതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് പുറത്ത് സഹായി ബാധിസൽ, ഇതൊക്കെ പലർക്കും വലിയ ആശ്വാസമായി നൽകുന്ന സ്ഥാപനങ്ങളാണ്. അതുപോലെ ഇപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പങ്കുവയ്ക്കുന്ന പ്രവാസി കുട്ടികളാണ്. നമ്മുടെ യുഎയിലും അതുപോലെ തന്നെ സൗദിയിലൊക്കെ പ്രവർത്തിക്കുന്ന മുസ്ലിം ജമാഅത്തിന്റെ കീഴടക്കമായ ICF കമ്മിറ്റി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനം വളരെ വലുതാണ്. അപ്പൊ അതിന്റെ ഭാഗമായി നമ്മുടെ യൂണിറ്റ് കമ്മിറ്റി നടത്തുന്ന ഒരുപാട് പരിപാടികളുണ്ട്. അതോടുകൂടെ നേരത്തെ പറഞ്ഞ മാതിരി പല പോരായ്മകളും നമുക്കുണ്ട്. സാമ്പത്തികമായി നല്ല കഴിവുള്ള ആളുകളാണെങ്കിൽ പോലും അവർ നോക്കാൻ കുട്ടികൾ ആരുമില്ല. ഇവിടെ അവർക്കും സംരക്ഷണത്തിന് ആരുമില്ല. എവിടെ ചെന്നാലും സംരക്ഷണത്തിലുള്ള നമ്മുടെ സാന്ത്വന കേന്ദ്രങ്ങളാണ്. അപ്പൊ അതിന് നമ്മൾ നല്ല പ്രോത്സാഹനം കൊടുക്കണം. അബ്ദുസലാമിനെ അറിയാം, അവരുടെ കുടുംബത്തിൽ ഒരുപാട് പാരമ്പര്യ ആളുകളൊക്കെ, ഒരുപാട് ആളുകൾ, അവരുടെ അമ്മമാര്, അതുപോലെ എളാപ്പ മുത്തമാർ, ഒരുപാട് ആളുകൾ മരിച്ചുപോയുണ്ട്. ആ കുടുംബത്തിൽ മരണപ്പെട്ട എല്ലാ ആളുകൾക്കും അള്ളാഹുവിന്റെ മിസിൽ സ്വഭാവം അതിലൊക്കെ എത്തിച്ചു കൊടുക്കുന്ന അതുകൊണ്ട് നമ്മുടെ സാന്ത്വന പ്രവർത്തനം നല്ല മുതൽ മുടക്കുള്ള കാര്യങ്ങളാണ്. അതിനുവേണ്ടി ചെയ്യണം. അവിടെ നമ്മൾ ദുആ ചെയ്യണം. ലോക മുസ്ലിമുകൾ ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ്. നമുക്കറിയാം, പലസ്തീനിലും ഗസയിലും യമനിലും അതുപോലെ തന്നെ സിറിയയിലും നിന്ന് തുടങ്ങി എല്ലാ സ്ഥലങ്ങളിലും ജന്മദിനം കൊണ്ട് വളരെ അനുഗ്രഹീതമായി ഈ വർഷത്തിലുള്ള പ്രത്യേകത കൊണ്ട് 1500-ാം ജന്മദിനമാണ്. ഇത് മാത്രമല്ല, ഇന്നത്തെ ദിവസം രാവിലെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ദിവസം നമ്മൾ കിട്ടണമെങ്കിൽ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. അത് വെള്ളിയാഴ്ചയാണ്, ജന്മദിനമാണ്. ഈ പ്രത്യേകം കിട്ടണമെങ്കിൽ ചിലപ്പോൾ ഈ സാഹചര്യം ഒക്കണമെങ്കിൽ ഒരുപാട് ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി. അതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി നടന്നൊരു വൈകുന്നേരത്തെ നമ്മുടെ റാലി. ഒരാൾ പോലും നടക്കാൻ കഴിയാത്തൊരു കൂടുതൽ വന്ന് നിൽക്കാനും വേണം, ഒരാൾ കൈ പിടിച്ച് നടക്കാൻ എല്ലാവരും. കാരണം ഇതൊക്കെ ഇസ്ലാമിന്റെ ഒരു പ്രചരണത്തിനും നമുക്ക് സുന്നത്തും ഷിയാറും അടയാളം ഒക്കെയാണ്. മഹാന്മാരായ ആളുകൾ ഈ ഒരു സംവിധാനത്തിന് വലിയ പ്രോത്സാഹനം നൽകി. അതുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് പരിപാടി നല്ല വിജയിക്കണം. അല്ലാഹുവിന്റെ തൗഫീഖ് ചെയ്യണം. വൈകുന്നേരം കുട്ടികളെ പരിപാടി ഉണ്ട്. മൗലിന്റെ ആ പരിപാടിയിലൊക്കെ നമ്മള് പുറത്ത് പരിപാടി. അപ്പൊ നമ്മളെ കുറച്ച് കുട്ടികൾ പറ്റുന്ന കേൾക്കാൻ സാമാന്യമായിരുന്നു. നമ്മളെല്ലാരും വന്നുകൊടുക്കാൻ എല്ലാവരും നമ്മൾ കേട്ടാൽ വിചാരിക്കണം നമ്മളെ കുട്ടികളാണ്, നമ്മളെ ആളുകളൊക്കെ വന്നിട്ടുള്ളൂ. അവർക്കെല്ലാം